ब्रह्मदेवाय नमः। ओम 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 ब्रह्मदेवाय नमः। ഹേ ഭഗീരഥ മഹാരാജൻ, ബ്രഹ്മദേവ, സൃഷ്ടികർമാവേ, ഭഗവാനെ അനുഗ്രഹിച്ചാലും. അടിയന് ദർശനം നൽകിയല്ലോ, ധന്യനായി ദേവ. മകനെ, നമ്മിൽ മാത്രം മനസ്സർപ്പിച്ച് തികഞ്ഞ ഏകാഗ്രതയോടെ സംവത്സരങ്ങളോളം നീ തപസ്സനുഷ്ഠിച്ചു. അതിൽ നാം ഏറെ സന്തോഷവാനാണെന്നറിഞ്ഞാലും രാജാധികാരവും സുഖഭോഗങ്ങളും വെടിഞ്ഞ് വൃഷ്ടിയും വെറിയും മഞ്ഞും തണുപ്പുമൊക്കെ സഹിച്ചുകൊണ്ടുള്ള കഠിന തപം അത് നിന്നെ വിശിഷ്ടനും വ്യത്യസ്തനുമാക്കുന്നു. ഇഷ്ടവരം ചോദിച്ചുകൊള്ളൂ. അടിയന്റെ പൂർവികനായ സഗര രാജാവിന്റെ പുത്രന്മാരെ കപില മഹർഷി ശപിച്ച് ഭസ്മമാക്കിയിരിക്കുന്നു. ആരാലും ഉദകക്രിയ ചെയ്യാതെ ചുടലപ്പറമ്പിൽ ആചാരം ചിതറിക്കിടക്കുന്നു. സഗരപുത്രന്മാർക്ക് ഉദകക്രിയ ചെയ്യാനുള്ള മാർഗം ഉപദേശിച്ചാലും പ്രഭു. മകനെ, നീ വീണ്ടും തപസ് ചെയ്ത് ഗംഗാദേവിയെ പ്രത്യക്ഷപ്പെടുത്തുക. ചാരത്തിൽ ഗംഗാജലം വർഷിച്ച് ഉദകക്രിയ നടത്തിയാലും ദേവന്റെ ഹിതം പോലെ. നിനക്ക് സർവമംഗളങ്ങളും ഭവിക്കട്ടെ. ഗംഗാദേവിയേ നമഃ. ഓം പുണ്യദായിനിയേ നമഃ. ഓം ഗംഗാദേവിയേ നമഃ. ഓം ഗംഗാദേവിയേ നമഃ. ഓം ഗംഗാദേവിയേ നമഃ. ഓം ഗംഗാദേവിയേ നമഃ. ഹേ ഭഗീരഥ ശ്രേഷ്ഠ,
ഓം ഗംഗാദേവിയെ നമ. ഗംഗാദേവി, പുണ്യവാഹിനി, അമൃതവാഹിനി, പ്രണാമ്യഹം. എഴുന്നേൽക്കൂ ഭക്ത. താപസശ്രേഷ്ഠ, വസന്തം, ഗ്രീഷ്മം, ശരത്, ഹേമന്തം എന്നീ ഋതുഭേദങ്ങളെ അതിജീവിച്ച് ആഹാര നീഹാരാദികൾ വെടിഞ്ഞ് നമ്മിൽ പൂർണ്ണമായും മനസ്സർപ്പിച്ച് ഘോര തപം ചെയ്ത നിന്നിൽ നാം പ്രസാദിച്ചിരിക്കുന്നു. എന്തു വരമാണ് നീ കാംക്ഷിക്കുന്നതെന്ന് അറിയിച്ചാലും. ദേവി, അടിയന്റെ പൂർവികരായ സകരപുത്രന്മാർക്ക് ഉദകക്രിയ ചെയ്ത് ആത്മശാന്തി വരുത്താനുള്ള തത്രപ്പാടിലാണ് അടിയൻ. പവിത്രമായ ഗംഗാജലം കൊണ്ട് ഉദകക്രിയ ചെയ്യണമെന്നാണ് ബ്രഹ്മദേവൻ ഉപദേശിച്ചത്. ഗംഗാജലത്തെ ഭൂമിയിലെത്തിച്ച് അനുഗ്രഹിച്ചാലും ദേവി. ഭഗീരഥ ശ്രേഷ്ഠ, പിതൃക്കൾക്ക് ആത്മശാന്തി പ്രദാനം ചെയ്യാനുള്ള നിന്റെ യത്നങ്ങളിൽ നാം സംപ്രീതയാണ്. പക്ഷേ ഗംഗ ഭൂമിയിൽ നിപതിച്ചാൽ ആ ശക്തി താങ്ങാനുള്ള ശേഷി ഭൂമിക്കില്ല എന്ന് ധരിച്ചാലും, അതിനാൽ നീ തപസ് അവസാനിപ്പിച്ച് കൊട്ടാരത്തിലേക്ക് മടങ്ങിയാലും മംഗളം ഭവിക്കട്ടെ. സംവത്സരങ്ങളോളം ചെയ്ത തപസ് വൃഥാവിലായെന്നോ? പിതൃക്കൾക്ക് ശേഷക്രിയ ചെയ്യണമെന്ന തീരുമാനം ഉപേക്ഷിക്കണമെന്നോ? ഇല്ല. പിതൃക്കളെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഈ ഭഗീരഥന്റെ ജീവിതം കൊണ്ട് ഒരർത്ഥവുമില്ല. എന്ത് ത്യാഗം സഹിച്ചും പിതൃകർമ്മം നടത്തിയിരിക്കണം. വീണ്ടും ബ്രഹ്മദേവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി പരിഹാരമാർഗം ആരായുക തന്നെ. ഓം ബ്രഹ്മദേവായ നമഃ. 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 മകനെ ഭഗീരഥ, ഓം മകനെ, ബ്രഹ്മദേവ, സരസ്വതീപദേ, പ്രണാമം. പ്രണാമം. എഴുന്നേൽക്കൂ. മകനെ, പേർത്തും പേർത്തും തപസ് ചെയ്യാനുള്ള നിന്റെ ശരീര സമർപ്പണവും മനസ്സമർപ്പണവും നമ്മെ ഏറെ സന്തുഷ്ടനാക്കുന്നു. ഇപ്പോഴെന്താണ് നിന്റെ അഭീഷ്ടമെന്ന് അറിയിക്കുക. ദേവ, അങ്ങയുടെ ഉപദേശപ്രകാരം അടിയൻ തപസ് ചെയ്ത് ഗംഗാദേവിയെ പ്രത്യക്ഷപ്പെടുത്തി. പക്ഷേ ഗംഗാപ്രവാഹം താങ്ങാൻ ഭൂമിക്ക് ശക്തിയില്ലെന്നറിയിച്ച് ദേവി അപ്രത്യക്ഷയായി. പിതൃക്കളുടെ ശേഷക്രിയാകർമ്മം നടക്കാത്തതിൽ അടിയന് കടുത്ത ഇച്ഛാഭംഗമുണ്ട് പ്രഭു. അടിയന് സങ്കടനിവൃത്തി ഉണ്ടാകണം. മകനെ, ഒരിക്കൽ കൂടി തപസ് ചെയ്യാൻ നീ തയ്യാറാണോ? തയ്യാറാണ്. അടിയന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് ഏത് ദേവന വേണോ, എത്ര കാലം വേണോ, തപസ് ചെയ്യാൻ തയ്യാറാണ് പ്രഭു. ഗംഗയുടെ ഒഴുക്കിന്റെ ശക്തിയെ താങ്ങി നിർത്തുവാൻ ശ്രീ പരമേശ്വരന് സാധിക്കും. നീ മഹാദേവനെ തപസ്സനുഷ്ഠിക്കുക. അവിടുത്തെ ഹിതം പോലെ. മംഗളം ഭവിക്കട്ടെ.
ശ്രീ പരമേശ്വര, വിശ്വനാഥ, അങ്ങയെ തപസ്സനുഷ്ഠിക്കാൻ ഈ ഉള്ളവൻ കൈലാസത്തിലേക്ക് തന്നെ വരുന്നു. അനുഗ്രഹിക്കണം ഭഗവാനെ. കൈലാസനാഥ, എത്ര ദുഷ്കരമാണ് ഈ കൈലാസയാത്ര. നമ്മുടെ ആഗ്രഹപൂരണത്തിനുള്ള വഴികളാണ് താണ്ടിക്കൊണ്ടിരിക്കുന്നത് എന്നോർക്കുമ്പോൾ വല്ലാത്തൊരാശ്വാസം. ശ്രീനീലകണ്ഠ, കൈലാസത്തിലെത്താനുള്ള കായബലം നൽകി അനുഗ്രഹിക്കണേ. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഭഗീരഥ, ഭഗവാനെ, കൈലാസവാസ, കന്മഷനാശ, പരമപ്രഭു, അനുഗ്രഹിക്കണം. മകനെ, നമ്മെ പ്രത്യക്ഷപ്പെടുത്താൻ കൈലാസ ശൃംഖങ്ങൾ താണ്ടി കടന്നെത്തിയ നിന്നിൽ നാം ഏറെ സംപ്രീതനാണ്. ഭഗവാനെ, അടിയന്റെ പൂർവികർക്ക് ശേഷക്രിയ ചെയ്യാൻ ഗംഗാജലം ആവശ്യമായി വന്നിരിക്കുന്നു. ഗംഗാജല പ്രവാഹത്തെ താങ്ങി നിർത്താനുള്ള ശക്തി ഭൂമിക്കില്ലാത്തതിനാൽ ഭൂമിയിൽ ഗംഗാജലം ലഭ്യമാകില്ലെന്ന് ദേവി അരുളി ചെയ്തിരിക്കുന്നു. ഗംഗാജലം വഹിക്കാനുള്ള ശക്തി അങ്ങ് പ്രദാനം ചെയ്യുമെന്ന് ബ്രഹ്മദേവൻ അരുളി ചെയ്തതിനാൽ അടിയൻ അങ്ങയെ തപസ്സനുഷ്ഠിക്കുന്നു. ഗംഗാജലം ലഭ്യമാക്കിയാലും പ്രഭു. മൃതിപ്പെട്ടവർ ആഗ്രഹിക്കുന്ന ആത്മശാന്തി കർമ്മങ്ങൾ ചെയ്യാൻ രാജകീയ സുഖഭോഗങ്ങൾ ത്യജിച്ച് തപസ്സനുഷ്ഠിച്ചതിൽ നാം ഏറെ സന്തോഷിക്കുന്നു. ചാരമായി ഭവിച്ച പൂർവികരോടുള്ള നിന്റെ ഭയഭക്തി ബഹുമാനങ്ങൾ നിന്നെ ഏറെ ശ്രേഷ്ഠനാക്കുന്നു മകനെ. ഭൂമിയിൽ പതിക്കുന്ന ഗംഗാജലത്തിന്റെ ശക്തി നാം ജടയിൽ വഹിച്ചുകൊള്ളാം. നീ ഗംഗയെ വീണ്ടും തപം ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി നാം ഉറപ്പു തന്ന സേവനം അറിയിക്കുക. നിന്റെ ആഗ്രഹം സാധിക്കപ്പെടുന്നതായിരിക്കും. മംഗളം ഭവിക്കട്ടെ. ഭഗവാനെ, വീണ്ടും ഒരു തപസ്സിലൂടെ നമ്മുടെ ആഗ്രഹപൂരണം. നന്ദി ഭഗവാനെ, നന്ദി. ഭഗീരഥ ശ്രേഷ്ഠ, ദേവി പുണ്യപ്രദായിനി. അരുത്. ഹേ ഭഗീരഥ ശ്രേഷ്ഠ, നീ ഉള്ളഴിഞ്ഞുപാസിച്ചാൽ നമുക്ക് പ്രത്യക്ഷപ്പെടാതിരിക്കാനാവില്ല. പക്ഷേ മുൻപ് നാം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആവശ്യപ്പെട്ട വരമാണ് നീ ഇപ്പോഴും ആവശ്യപ്പെടുന്നതെങ്കിൽ നൽകാൻ സാധ്യമല്ല.
നമ്മുടെ ജലത്തിന്റെ ശക്തി താങ്ങാൻ ഭൂമിക്ക് ശേഷിയില്ലെന്ന് നാം അറിയിച്ചതല്ലേ? പിന്നെ വൃഥ എന്തിന് തപസ് ചെയ്തു? ദേവി, ദയവായി നീരസമടക്കിയാലും അടിയൻ ശ്രീപരമേശ്വരനെ തപസ് ചെയ്തിരുന്നു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഗംഗാജലത്തിന്റെ ശക്തി തന്റെ ജടയിൽ വഹിച്ചുകൊള്ളാമെന്ന് അടിയൻ ഉറപ്പു നൽകി ദേവി. അതുകൊണ്ടാണ് അടിയൻ വീണ്ടും ദേവിയെ തപസ് ചെയ്തതെന്ന് ധരിച്ചാലും. നമ്മുടെ ജലത്തിന്റെ ശക്തിയെ സ്വന്തം ജടയിൽ വഹിക്കാമെന്നോ? അത്രയ്ക്ക് ഗർവോ ശ്രീ പരമേശ്വരന്? എങ്കിൽ നാം ദേവനെ ഒരു പാഠം പഠിപ്പിച്ചിരിക്കും. ഭഗീരഥ ശ്രേഷ്ഠ, ഭഗവാൻ അങ്ങനെ ഉറപ്പ് തന്നെങ്കിൽ ഗംഗാജലത്തെ നാം ഭൂമിയിലേക്ക് ഒഴുക്കിക്കൊള്ളാം. ഭഗീരഥന്റെ ആഗ്രഹം നടക്കട്ടെ.